ഹലോ മക്കളെ. അപ്പൊ നമ്മുടെ +1 റിസൾട്ട് ഡേറ്റ് എന്ന് വരുമെന്നൊരു കൺഫ്യൂഷനിലാണ്. അപ്പൊ പല തവണയായിട്ട് ഡേറ്റുകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ അതിന് ഒഫീഷ്യലി നമുക്ക് ഒരു ഡേറ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ എന്നാണ് മിസ് +1 റിസൾട്ട്? അതെ, നമ്മുടെ ഈ ജൂൺ 2-നാണ് +1 റിസൾട്ട് വരാനായിട്ട് പോകുന്നത്. ജൂൺ 3 എന്നായിരുന്നു ആദ്യം പറഞ്ഞത്, പക്ഷെ ഇപ്പൊ കൺഫേം ആയിട്ടുണ്ട്. ജൂൺ 2-ന് ഉച്ചയ്ക്കായിരിക്കും നമ്മുടെ +1 റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ +2 ക്ലാസ്സുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ റിസൾട്ട് വരുന്നുണ്ടായിരിക്കാം. അപ്പൊ +2 റിസൾട്ട് +2 നിങ്ങൾ പഠിക്കുന്ന സമയത്ത് +1 റിസൾട്ട് വരികയാണ്. എന്തായാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ റിസൾട്ട് എന്ത് തന്നെയായാലും +1 റിസൾട്ട് നമുക്ക് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഇനി അഥവാ മാർക്ക് നമ്മൾ പ്രതീക്ഷിച്ചത്ര മാർക്ക് കിട്ടിയില്ല, കുറഞ്ഞു പോയി, എന്നാലും നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ ഒരു അവസരമുണ്ട്. പക്ഷെ ഇംപ്രൂവ്മെന്റ് വരാൻ പോകുന്നത് നെക്സ്റ്റ് മാർച്ചിലാണ്. അപ്പൊ ഇത് +2 എക്സാം എഴുതുന്ന കൂടുതൽ തന്നെയാണ് നിങ്ങൾക്ക് +1 ഇംപ്രൂവ്മെന്റ് എക്സാം വരുന്നത്. അപ്പം ഇപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട കാര്യം +2 പഠിക്കുക എന്നൊരു കാര്യമാണ്. +1 കാര്യം നമുക്ക് മാർച്ചിലേക്കാണ്, ആ സമയത്തേക്ക് പഠിക്കാം. പക്ഷെ രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അപ്പൊ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ +2 പഠിക്കുക എന്നൊരു കാര്യമാണ്. അപ്പൊ നമ്മുടെ യുവ ബാച്ചിൽ +2 ക്ലാസ്സുകളൊക്കെ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് +2 തന്നെയാണ്, കാരണം നമ്മുടെ ഓണം എക്സാം മുന്നിൽ വരാനിരിക്കുന്നുണ്ട്. ഇനി +1 ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള മക്കൾക്കാണെങ്കിൽ നമുക്ക് സമയമുണ്ട്. ഇംപ്രൂവ്മെന്റ് എക്സാം ആവാനാവുമ്പോഴേക്കും നമ്മുടെ യുവ ബാച്ചിൽ അതിനോടനുബന്ധിച്ച് ക്ലാസ്സുകളൊക്കെ, നമ്മൾ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച ഒരു റിസൾട്ട് തന്നെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.